വഴിതെറ്റിപ്പോകരുത് എല്ലാവരും പറയുന്നതാ. വഴിയേറ്റിപ്പോയി ശരിക്കും വഴിയേറ്റിപ്പോയി കേട്ടോ. എടേ വഴിയിലാന്നോടെ കിടക്കുന്നത്, ഞങ്ങൾക്ക് പോകണ്ടേ ഒരു പുതിയ വഴികളൊക്കെ കണ്ടുപിടിച്ചുള്ള യാത്രയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് ഇനി വരുന്നത്. കമോൺ. നമ്മൾ അവിടെ നിന്നിപ്പോൾ കാണിച്ച പാറക്കുറിയുടെ ബാക്ക് സൈഡ് വ്യൂ ഈ കാണുന്നത് കേട്ടോ. ഈ ഒരു സ്പോട്ട് കേട്ടോ, എന്നാൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. നമുക്ക് ഫോട്ടോ എടുത്താലോ അല്ലേ? ഇപ്പം ഞാൻ നിൽക്കുന്നത് തെങ്കാശിയിലാട്ടോ. തെങ്കാശി വീണ്ടും ഒരു തമിഴ്നാട് വ്ളോഗുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നല്ല മഴയല്ലായിരുന്നു. അപ്പോൾ തെങ്കാശിയിൽ കേരളത്തിൽ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ തെങ്കാശി കളർഫുള്ളാണ്, മനോഹരിയാണെന്നെല്ലാം പറഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം തെങ്കാശിയുടെ വീഡിയോകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതെല്ലാം. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോവാം. കിട്ടിലും പട കേട്ടോ. അപ്പോൾ ചൂടുപട ചട്നിയൊക്കെ വെച്ചാൽ ചൂടുപട. നമ്മൾ തെങ്കാശിയിൽ വന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഒരു ചായ അടിച്ചാൽ തുടങ്ങുവാണ്. ഇനി നമ്മൾ എന്തായാലും ഇവിടെ ഇന്ന് സ്റ്റേ ആയതുകൊണ്ട് ഇതിന് പുറത്ത് പോയിട്ട് നമുക്ക് റൂം ഒരെണ്ണം സെറ്റ് ചെയ്യണം. റൂം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ബാഗ് ആ റൂമിൽ വെച്ചിട്ട് പതുക്കെ തെങ്കാശി പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. സമയം ഇപ്പം 4:30 കേട്ടോ. തെങ്കാശി ബസ് ഇറങ്ങി അവിടെ നിന്നൊരു ചായയൊക്കെ അടിച്ച് നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുക. ഇവിടെ നമുക്ക് റൂം എടുക്കണം. റൂം എടുക്കാൻ വേണ്ടിയിട്ട് റൂം എടുത്തിട്ടേ ഉള്ളൂ ഇനി ബാക്കി കറക്കങ്ങളൊക്കെ. എന്തായാലും നമ്മൾ നാളെ ഫുള്ള് തെങ്കാശിയിലുണ്ട്. ഓട്ടോ നമ്മുടെ സ്വകാര്യ അഹങ്കാരം ആവണ്ടോ. നമ്മുടെ മഞ്ഞയൊക്കെ അടിച്ച് നമ്മളെ വണ്ടികൾ കിടക്കുന്നുണ്ടോ. എവിടെ പോകുന്ന വണ്ടി? തമിഴ്നാട്ടിൽ പുലിക്കുട്ടി ഇറങ്ങി പോവാണ്. ആ ഞങ്ങൾ ചാനൽ ചെയ്യണ. യൂട്യൂബിൽ ചാനൽ ചെയ്യുമോ? ചേട്ടന്മാർ ചോദിച്ചത് എന്താണ് ചെയ്തത്. അപ്പം ഞാൻ അവിടെ ഓട്ടോ ഓടിക്കുവാണ്. ഓട്ടോ ഓടിച്ചിട്ട് കുറേയൊക്കെ സേവ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു റൂം ഇത് അവിടെ കിട്ടും കേട്ടോ. ശ്രീകുമാരൻ ടൂറിസ്റ്റ് ഹോമിൽ കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് പോയിട്ട് റൂം എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ. തമിഴ്നാട് വണ്ടിയൊക്കെ പറന്ന് വരുന്നുണ്ട്. ഇവിടെ തെങ്കാശി ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടികളൊക്കെ ഇറങ്ങി പോകുന്നൊരു കാഴ്ച നിങ്ങൾ കാണാം കേട്ടോ. നമ്മളിപ്പോൾ നമ്മളെ ലോഡ്ജില്ല, കുമരൻ എന്ന് പറഞ്ഞ ലോഡ്ജുണ്ട്. കുമരൻ ഏകദേശം 800, കുഴപ്പമില്ലാത്ത റൂമാട്ടോ. റൂമൊക്കെ എടുത്ത് സെറ്റാക്കി നമ്മളെ ബാഗും കാര്യങ്ങളും ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ട് അത്യാവശ്യം നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തെങ്കാശി ടൗണിലോട്ട് ഇറങ്ങിയിട്ട് തെങ്കാശി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. നമ്മൾ ആ സൈഡിലോട്ട് പോകട്ടോ. ഇവിടുന്ന് 1 കിലോമീറ്റർ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളൊക്കെ കണ്ട് എന്തായാലും തെങ്കാശി ഒന്ന് വൈകുന്നേരം ഫുള്ള് നടന്ന് കറങ്ങി കാണുക. അതാണ് മെയിൻ പരിപാടി. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നാളായി, ഇപ്പോൾ 2 മാസത്തിൽ കൂടുതലായി നമ്മൾ വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തു. ഇല്ലടാ 2 മാസത്തിൽ കൂടുതലായി. അപ്പോൾ എന്തായാലും ആ ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നു കേട്ടോ. കാരണം എൻ്റെ വണ്ടിയുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇത്തിരി തിരക്കായിപ്പോയി. അപ്പോൾ നമുക്ക് യാത്രകളൊക്കെ ഒരുപാട് പെൻഡിങ് ആയി. അവിടെ നിന്ന് ആ ഒരു വ്യൂ കണ്ടുകൊണ്ട്, ആ ഒരു മലയുടെയും ആ ഒരു പാറക്കെട്ടിൻ്റെയൊക്കെ വ്യൂ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നൈസായിട്ട് അകത്തേക്ക് നടന്ന് കയറിയാണ്. ഇതാണ് നമ്മുടെ ശിവക്ഷേത്രങ്ങളിലൊക്കെ മാല കെട്ടിക്കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാല കിട്ടുന്ന കൂളമല്ലടാ. കൂളമല്ല, എരിക്കാണോ? എരിക്കാന്നോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ല പറയാൻ വേണ്ടിയിട്ട്. എരിക്കാന്നോ? കൂളമല്ല, കുരുവത്ത് കൂളമെന്ന് പറഞ്ഞ ഇലയാണ്. എരിക്കും പോകുന്ന സംശയമുണ്ട്. എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. വഴിതെറ്റിപ്പോകരുത് എല്ലാവരും പറയുന്നതാ. വഴിയേറ്റിപ്പോയി ശരിക്കും വഴിയേറ്റിപ്പോയി കേട്ടോ. നമുക്കിവിടെ ഡെയിലി നടന്നു പോടാ കേട്ടോ. ഇവിടെ അപ്പോൾ ഞങ്ങളിത് കണ്ടിട്ട് ചുമ്മാ വീഡിയോ എടുക്കാൻ വന്നേ. യൂട്യൂബ്. അപ്പോൾ അപ്പുറത്താണ് ഇറങ്ങാൻ വലിയ വഴിയുണ്ടോ എന്നോട് ചോദിച്ചാ. അവൻ്റെ പേരെന്തോ? കമലേഷ്. ഇവിടെ തന്നെ ഒരു ഹായ് சொல்லுங்க. കമലേഷ് ആണ്. കമലേഷ് നമ്മൾ വഴി ചോദിച്ചാ. നമ്മൾ വഴി എറ്റി വന്നില്ലേ. ഇത് റെയിൽവേ സ്റ്റേഷൻ പക്കത്തില്ല. அங்கே போய் என்ன விஷுவல் கிடைக்குமா? அண்ணா அங்கே போயா நல்ல விஷுவல் கிடைக்குமா? ஓகே வாங்கோ. ஆமாம் കമലേഷേ ബൈ. ഇപ്പം കമലേഷ് പറഞ്ഞ് അവിടെ പോയേക്കാൻ നല്ല വ്യൂ കിട്ടുന്നു. ഒറ്റയൻ സഞ്ചാരി വ്ളോഗ്സ് ബൈ അഖിൽ, സ്മോൾ യൂട്യൂബർ.
നമ്മളങ്ങനെ അതിലേക്ക് കയറി ഈ റെയിൽവേ ട്രാക്ക് പിടിച്ചിട്ടുണ്ട്. ആ കാണുന്ന ആർച്ച് കണ്ടോ, അത് നമ്മുടെ ടൗണിൻ്റെ ആ ഭാഗത്തായിട്ടൊക്കെ വരുന്ന ആർച്ചാണ് കാണാൻ. നേരെ അവിടെ ചെന്ന് കയറിയിട്ട് നമ്മൾ കോവിലിൻ്റെ ഭാഗത്തോട്ട് പോവാം കേട്ടോ. ആ കോവിൽ പക്കത്തിലാ? ഓ ഇല്ല, കോവിലില്ലേ? അത് ஷார்ட் கட் வல்ல இருக்கா? ஷார்ட் கட் வழி இல்ல, பாலம் அந்த பாலத்து வழியா போகும். உள்ள போய் தான் போகும். அப்படியா? போட்டு வா. അപ്പോൾ ചേട്ടനോട് വഴി ചോദിച്ചതാ. ഇല്ല, ആ കാണുന്ന കോവില് ഷോർട്ട് കട്ട്. ഇതിലെ ഒരു പാലം പോയി ഇതിലെയാ? ഇതിലെയാ? പട്ടിയുടെ കടി കൊള്ളാൻ വയ്യ. ഒരു പട്ടി കിടപ്പുണ്ട്, പോയി വെറുതെ പട്ടിയുടെ കടി കൊള്ളണ്ട, അതുകൊണ്ട് വയറ കിടക്കുന്നത്. അതുകൊണ്ട് അവിടെ വയറ് കിടക്കുന്നില്ല, അതുകൊണ്ടാണ് നീ അവിടെ കറണ്ടല്ലോ അടിക്കണ്ട. അത് എർത്താണ്, എങ്കിലും പാളത്തിൽ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം അറിയത്തില്ലേ. അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കോവിലിൻ്റെ അടുത്തോട്ട് പോകട്ടോ. 22 കോവില് കണ്ട. ഇതും അവിടെ ആയിട്ട് ആ കുഞ്ഞ് ഗോപുരമായിട്ട് നമ്മുടെ ആ ടെമ്പിൾ കാണാൻ പറ്റും കേട്ടോ. എന്തോ ഒരു പാറക്കോരയുടെ കുളം കേട്ടോ. നോക്കിയേ, പാറക്കൂട്ടങ്ങൾ, ആ നടുക്കൊരു ഫുള്ള് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് ഒരു പാറക്കുളം. ഉള്ളവരെ കൈ ഒരു സ്പോട്ട് കേട്ടോ. എന്നാൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. നമുക്ക് ഫോട്ടോ എടുത്താലോ അല്ലേ? കുറച്ച് ഫോട്ടോ. തുണി കഴുകാനുള്ള കല്ലാണ്, സെറ്റപ്പ് ഉണ്ട്. ഇല്ല കേട്ടാ, ഇല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട്. വെള്ളം കേട്ടോ, സംഭവം വൈബ് സ്പോട്ട്. ഞങ്ങൾ അവിടുന്ന് ആ തെങ്കാശി നമ്മൾ ആ ടൗൺ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു പാറക്കൂട്ടം നമുക്ക് ഇപ്പോൾ പാറക്കൂടയുടെ ഈ ഒരു പാറക്കൂട്ടം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് കറക്റ്റ് ആ സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കിട്ടില്ലല്ലേ? ഈ ഉള്ളു ഭാഗങ്ങളിലേക്ക് കയറി കേട്ടോ. അതുകൊണ്ട് ആ ഒരു പണ്ടൊക്കെ പാറക്കോറി ആയിരുന്നിരിക്കണം, കാരണം നമ്മളെല്ലാം പാറക്കുളങ്ങളും എല്ലാം ഒക്കെ ഉണ്ട്. ആ ഒരു വ്യൂ നമ്മളവിടെ നിന്ന് ഇപ്പോൾ കാണിച്ച ആ പാറക്കോറിയുടെ ബാക്ക് സൈഡ് വ്യൂ ഈ കാണുന്നത് കേട്ടോ. കിട്ടില്ലല്ലേ? വണ്ടിയാണ് ഈ വരുന്നത് കേട്ടോ, ലൂണ. ഇഷ്ടംപോലെ ലൂണാസ് ഉണ്ട്. ഇവിടെ ചെന്നിട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടെമ്പിളിലേക്കുള്ള വഴിയാന്ന് പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ ഒരു ടൗൺ ഏരിയയിൽ നിന്ന് വിട്ടിട്ട് ഇച്ചിരി ഗ്രാമത്തിൻ്റെ ഉൾഭാഗത്തൊക്കെ പോയിട്ട് കുറച്ച് കുഞ്ഞു കാഴ്ചകളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ താണ്ട ആ കോവിലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിൽ വന്നിറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പിന്നെ കോവിലൊക്കെ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കോവിൽ കാണാം കേട്ടോ. കൊണ്ടോ കോവിൽ, ആ കോവിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇനി നമുക്ക് ആ കോവിലിലേക്ക് പോകുവാണ്. 2 ദിവസം തെങ്കാശിയിലുണ്ട്. ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് അഷ്റഫ്. അഷ്റഫ് ഇവിടെ തന്നെയാണോ? ഇല്ല, തിരുവനന്തപുരത്ത് MR പറയാം. അഷ്റഫൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അഷ്റഫൊക്കെ നമുക്കൊരു പുതിയ വഴി പറഞ്ഞു തന്നിട്ടുണ്ട് ആ ടെമ്പിളിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർമലായിട്ടുള്ള വഴിയല്ല, നമ്മൾ ഇതുവഴി നടന്ന് ആ ടെമ്പിളിലേക്ക് പോകണം. അഷ്റഫൊക്കെ പോട്ടോ? ഓക്കെ പോട്ടേക്കാ. കൊല്ലം ആ കൊല്ലം അടുത്ത് തരാം, പോട്ടേക്കാ. അഷർവേട്ടൻ പറഞ്ഞ വഴിയിലൂടെ നമ്മൾ ആ ടെമ്പിളിലേക്ക് പോവാണ്. വേറൊരു തമിഴൻ ചേട്ടാ എങ്ങ പോകുന്ന വഴി ഏതാ? അവൻ പറഞ്ഞെന്ന് പറയാം, ഈ ഒരു ആള് ഒഴിഞ്ഞ വഴിയല്ലേ, ഇപ്പോൾ ഒരാൾ നടന്നു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് നല്ല വിഷ്വൽ ക്വാളിറ്റി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നടന്നു വന്നതാണ്. ഇവിടെ ഒരു തടാകമുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനൊക്കെ എന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്, മീനിനൊക്കെ പിടിച്ചു കൊണ്ടിട്ട് പിടിക്കുന്നുണ്ട്. ആണ്ട് ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ തെങ്കാശിക്ക് ഉള്ളിൽ ഭാഗത്തേക്ക് വന്നതുണ്ട് കേട്ടോ. ഈ ഉൾഗ്രാമത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ ആ ഒരു ടെമ്പിളിലേക്ക് പോവുകയാണ് കേട്ടോ. പുതിയ വഴികളൊക്കെ കണ്ടുപിടിച്ചുള്ള യാത്രയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് ഇനി വരുന്നത്. കമോൺ. ഈ കമോൺ വാക്ക് അഖിലേ നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോടാ? അത് കൊട്ടാരക്കരയിലെ ഒരാളെ മെയിൻ വാക്കായി കമോൺ. നടവഴി പാതയിലൂടെ തമിഴ്നാടിൻ്റെ ഗ്രാമീണ മേഖലയിലേക്ക് ഉള്ള കടന്നുകയറ്റമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ടൗണിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഉള്ളത്. ടൗണാട്ടോ, ബസ്സുകളും നമ്മളെ വണ്ടികളെല്ലാം നിരന്ന് പോകുന്ന കാഴ്ചയാണ്. ഈ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മലകളും വയലും മൃഗങ്ങളും പക്ഷികളും ഒക്കെ അടങ്ങിയ പനയാട്ടോ, പനകളൊക്കെ അടങ്ങിയ അടിപൊളി കാഴ്ചകളാണ്.
രണ്ട് തരത്തിലുള്ള ഭംഗിയാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ വേണ്ടി ഇവിടെ കേട്ടോ. ഇത് പനയാണ് കേട്ടോ. ആ ഒരു വയലിനോട് ചേർന്ന് ആ ഒരു പനയൊക്കെ നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മലനിരകളും ആ ഒരു മഞ്ഞും ആ തെങ്ങും ആ കാലികളൊക്കെ ഇങ്ങനെ മെയ്യുന്ന കാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? സംഭവം കളറായില്ലേ. ഈ ആ കാണുന്ന ടെമ്പിൾ, ആ ഒരു ടെമ്പിളും കൂടെ പോയി കണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ആ ഭാഗത്തു നിന്ന് നമ്മൾ ഈ ഒരു ബൈ റോഡ് കയറിയിട്ട് ഈ വാക്ക് വേ വഴി ഈ കാണുന്നതാണ് പഴയ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ഉള്ളിലോട്ട് കയറിയത്. ഈ കാണുന്ന പഴയ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇവിടുന്ന് തമിഴ്നാട് ഭാഗത്തേക്കുള്ള ബസ് ഉണ്ട്. പക്ഷേ ഇവിടെ മൊത്തവും കച്ചറ ഇട്ടേ കേട്ടോ. എല്ലാ സിറ്റിയിലും കാണുമല്ലോ ഇതുപോലെ കുറേ പ്രദേശങ്ങൾ കച്ചറ ഇട്ട. പേടിപ്പിക്കുന്നോടാ. അങ്ങനെ പട്ടി പേടിപ്പിച്ചു ഗൈസ്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ചേട്ടാ, ഇതാണ് പഴയ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് ഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന വണ്ടികളാണ് ആ ബസ്സൊക്കെ കിടക്കുന്നത് കേട്ടോ. പിന്നെ തിരുനെൽവേലിക്ക് 50 കിലോമീറ്റർ, കുറ്റാലം 5 കിലോമീറ്റർ. ഇവിടെ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ആ ഇതെല്ലാം ഷെയർ ഓട്ടോ കേട്ടോ, ഷെയർ ഓട്ടോ 10 രൂപ ഒരാൾക്ക് 10 രൂപ. ഇതെല്ലാം ഷെയർ ഓട്ടോസാണ്, ഷെയർ ഓട്ടോസ്. ഇവിടെ നമുക്ക് ആ അമ്പലം കാണാം കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല റഷാണ്. ഈ ഒരു ഇടവഴി നടന്ന് കയറുന്ന നമ്മൾ ആ ടെമ്പിളിൻ്റെ ആ ഒരു ഭാഗത്തോട്ടോ. അങ്ങനെ ടെമ്പിളിൻ്റെ ഏകദേശം ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ടെമ്പിളിൻ്റെ റിനോവേഷൻ വർക്ക് നടക്കും കേട്ടോ. പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തൊക്കെയോ റിനോവേഷൻ വർക്ക് നടക്കുവാണ്. അതുകൊണ്ട് വഴിയിലാന്നോടെ കിടക്കുന്നത്. ഞങ്ങൾക്ക് പോകണ്ടേ ഒരു കൂസിലൊരുത്തം കിടക്കുന്നുണ്ടോ. അവിടെ അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പം റിനോവേഷൻ വർക്ക് നടക്കുന്ന കാരണം നമുക്ക് ആ ഒരു ഭംഗി അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് നന്ദികേശന്മാർ ഇപ്പോൾ കേട്ടോ. എല്ലാവരും അതിനെ തടവിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് മല്ലിപ്പോ പിച്ചിയാ ഇത് പിച്ചിപ്പൂ ഉണ്ടോ? പിച്ചിപ്പൂ ഇത് പിച്ചിപ്പൂ. ഇത് എന്താ നമ്മളവിടെ എന്തോ പേര് പറയല്ലേ, എന്തോ മറന്നുപോയി. അങ്ങണ്ടോ വേണ്ട. മുല്ലപ്പൂ ഉണ്ട്, പിച്ചിപ്പൂ ഉണ്ട്. ഇതിൻ്റെ ഒരു പേര് അവിടെ പറയാറ്. ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഈ പൂവിൻ്റെ പേരെന്തോന്നേ. ചേട്ടൻ്റെ പേരെന്തോ? ഗണേശൻ. സ്ഥലം ഇവിടെ തന്നെ വേണ്ട. പൂവിൻ്റെ കച്ചവടമൊക്കെ നല്ല അടിപൊളിയാണ്. കാരണം വ്യത്യസ്തമാണ്. പിച്ചിയുണ്ട്, മുല്ലയുണ്ട്. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ കറക്റ്റ്. അതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ നടന്ന ഏകദേശം ഫുള്ള് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇനി അടുത്ത ഒരു എങ്ങോട്ട് പോകണോളയാ? ഇങ്ങോട്ട് പോകണം. കുറ്റാലം നൈറ്റ് വൈബാണ്. ചുമ്മാ ജസ്റ്റ് പോയിട്ട് വരാം. എന്തായാലും നമ്മൾ ഇറങ്ങിയല്ലേ, ഇറങ്ങിയിട്ട് വരാം.